പുതിയ ചാപ്റ്ററാണ് ഇവല്യൂഷൻ. എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമുഖത്ത് ഇത്രയും ഡൈവേഴ്സിറ്റിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിൽ നിന്ന് ഇത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരു സ്പീഷീസിന് മാത്രം ഒരു പ്രത്യേകതകളും വേറെ സ്പീഷീസിന് വേറെ ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും വരുന്നത് എന്തുകൊണ്ട്? സോ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവല്യൂഷൻ എന്താണെന്ന് അറിയണം. ഈ പറഞ്ഞ ചേഞ്ചസ് നമ്മൾ നോക്കുന്ന ഈ ഫ്ലോറ, ഫോണ, നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഫ്ലോറയിലും ഫോണയിലും പ്ലാന്റ്സിലും അനിമൽസിലും അതിലൊക്കെ എന്തുമാത്രം ചേഞ്ചസ്, എങ്ങനെയാണ് ഇത്ര ഡിഫറെൻറ്റ് വെറൈറ്റി ചേഞ്ചസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഡെവലപ്പ് ചെയ്തത്? ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവല്യൂഷൻ എന്താണെന്ന് അറിയണം. സോ ഇവല്യൂഷൻ അറിയണതിന് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഇവല്യൂഷണറി ബയോളജിസ്റ്റ് എന്ന് പറയും. സോ ഇവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ലൈഫ് ഫോംസിനെ കുറിച്ചുള്ള സ്റ്റഡി, നമ്മുടെ ഈ എർത്തിലുള്ള ലൈഫ് ഫോംസ് എങ്ങനെയാണ്, അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ് ഓരോ ലൈഫ് ഫോംസും ഇവോൾവ് ചെയ്ത് വന്നത്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവല്യൂഷണറി ബയോളജി. സോ ഇവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. ഈ എർത്തിലുള്ള ലൈഫ് ഫോംസിൻ്റെ ഹിസ്റ്ററി, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇവല്യൂഷണറി ബയോളജി. സോ ഇവല്യൂഷൻ എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ ആ ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ഹെർബർട്ട് സ്പെൻസറാണ്. ആദ്യമായിട്ട് ഇവല്യൂഷൻ എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ ടേം പ്രപ്പോസ് ചെയ്താരാണ്? ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവല്യൂഷൻ, സോ ഇവല്യൂഷന് ഒരുപാട് പേര് പല പല ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇദ്ദേഹമാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് സ്ലോ, കണ്ടിന്യൂസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട്, പതുക്കെ നടക്കുന്ന, സ്പീഡൊന്നുമില്ല, സ്ലോ ആയിട്ട്, അതും കണ്ടിന്യൂസ് ആയിട്ട്, കുറച്ച് നടന്നു പിന്നെ നടക്കുന്നില്ല, അങ്ങനെയല്ല, സ്ലോവും അതുപോലെ കണ്ടിന്യൂസുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവല്യൂഷൻ. അതുപോലെ തന്നെ അത് ഇറിവേഴ്സിബിളാണ്. ഒരിക്കൽ ഒരു ചേഞ്ച് ഒരു ഓർഗാനിസത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അത് പഴയ സ്റ്റേജിലോട്ട് പോവുകയില്ല. അതാണ് ഇറിവേഴ്സിബിൾ. റിവേഴ്സിബിൾ ആവാൻ പറ്റാത്ത തരത്തിലുള്ള ചേഞ്ചാണ് ഇവല്യൂഷൻ. ഇറിവേഴ്സിബിൾ പ്രോസസ് ഓഫ് ചേഞ്ച് വിച്ച് ഒക്കേഴ്സ് നാച്ചുറലി. അതെന്തെങ്കിലും ഒരു കെമിക്കലോ അല്ല ആർട്ടിഫിഷ്യലിൻ്റെ ഇതിലല്ല, നാച്ചുറലി ഒക്കുന്നത്, സ്വാഭാവികമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവല്യൂഷൻ. ആ ഇവല്യൂഷൻ വളരെ സ്ലോ ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, ഇറിവേഴ്സിബിളായിട്ട്, തിരിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഇറിവേഴ്സിബിൾ പ്രോസസ് ഓഫ് ചേഞ്ചാണ് നമ്മുടെ ഇവല്യൂഷൻ എന്നാണ് ഹെർബർട്ട് സ്പെൻസറിൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ ഇവല്യൂഷൻ 3 ടൈപ്പ് ഇവല്യൂഷനുകളാണുള്ളത്. 3 ടൈപ്പ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെല്ലാർ അഥവാ കോസ്മിക് ഇവല്യൂഷൻ. സ്റ്റെല്ലാർ അഥവാ കോസ്മിക് ഇവല്യൂഷൻ. സ്റ്റെല്ലാർ അഥവാ കോസ്മിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് തന്നെയാണ്, എവിടെ നടക്കുന്നു എന്നുള്ളതാണ്. സോ പല പല ഡിഫറെൻറ്റ് ഏരിയയിൽ നടക്കുന്ന, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ സെക്ടറിൽ നടക്കുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ സ്റ്റെല്ലാർ ഇവല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ചേഞ്ചസ്. എവിടെ നടക്കുന്ന ഇവല്യൂഷനാണ് സ്റ്റെല്ലാർ ഇവല്യൂഷൻ? പ്ലാനറ്റുകളിലും സ്റ്റാറുകളിലും. സോ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാനറ്റ് ആൻഡ് സ്റ്റാർ. സോ പ്ലാനറ്റുകളിലും സ്റ്റാറിലും നടക്കുന്ന ആ മാറ്റങ്ങളാണ് നമ്മൾ സ്റ്റെല്ലാർ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതായത് പ്ലാനറ്റ് ആൻഡ് സ്റ്റാറിൽ അവരുടെ ബർത്ത് അല്ലെങ്കിൽ ഡെത്ത്, അവരുണ്ടാകുന്നു, അതുപോലെ അവർ ഇല്ലാണ്ടാകുന്നു. സോ അവരുടെ ബർത്തും ഡെത്തും, ആ ചേഞ്ചസുകൾ എവിടെ? പ്ലാനറ്റുകളിലും സ്റ്റാറിലും നടക്കുന്ന അവരുടെ ബർത്ത് അല്ലെങ്കിൽ അവരുടെ ഡെത്ത്, ആ ചേഞ്ചുകളാണ് സ്റ്റെല്ലാർ അഥവാ കോസ്മിക് ഇവല്യൂഷൻ. വേറൊരു ടൈപ്പ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഓർഗാനിക് ഇവല്യൂഷനാണ്. ഇൻഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത് അവിടെയും ചേഞ്ചസ്, മാറ്റർ ആൻഡ് എലമെൻറ്റ്സ്, മാറ്ററുകളിലും എലമെൻസുകളിലും ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചുകളെയാണ് ഇൻഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ മാറ്റർ ആൻഡ് എലമെൻറ്റ്സ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് മാറ്ററിലും എലമെൻറ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇൻഓർഗാനിക് ഇവല്യൂഷൻ. മൂന്നാമത്തെ ഇവല്യൂഷനാണ് ബയോളജിക്കൽ ഇവല്യൂഷൻ അഥവാ ഓർഗാനിക് ഇവല്യൂഷൻ. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൈഫുമായി റിലേറ്റഡ്. സോ ബയോളജിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ചേഞ്ചസ് എവിടെ നടക്കുന്നത്? ചേഞ്ചസ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷനിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലോ നടക്കുന്ന അവരുടെ ആ ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നടക്കുന്ന ചേഞ്ചുകളാണ് നമ്മുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് എവല്യൂഷൻ. സോ ഓർഗാനിസംസിൽ അത് പോപ്പുലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്
ഓർഗാനിസത്തിലും അവരുടെ പ്രോപ്പർട്ടികളിലും അതിൽ നടക്കുന്ന ചേഞ്ചുകളാണ് ബയോളജിക്കൽ അഥവാ ഓർഗാനിക് ഇവല്യൂഷൻ. സോ സ്റ്റെല്ലാർ ഇവല്യൂഷൻ പ്ലാനറ്റിലും സ്റ്റാറിലും നടക്കുന്ന അവരുടെ ബർത്തും ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ചേഞ്ചസ്. അതുപോലെ ഇൻഓർഗാനിക് എന്ന് പറയുന്നത് മാറ്ററൽ എലമെൻറ്റിൽ നടക്കുന്ന മാറ്റങ്ങളാണ് അലോങ് വിത്ത് ടൈം. അതുപോലെ ബയോളജിക്കൽ ആൻഡ് ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസം ആയിക്കോട്ടെ അവരിൽ നടക്കുന്ന മാറ്റങ്ങൾ, അവരുടെ പ്രോപ്പർട്ടീസിൽ വരുന്ന മാറ്റങ്ങളാണ് ബയോളജിക്കൽ അഥവാ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവല്യൂഷന് ഒരുപാട് കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ചാൾസ് ഡാർവിൻ. സോ ചാൾസ് ഡാർവിൻ്റെ അഭിപ്രായത്തിൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ, ഉണ്ടാകുന്ന ഓരോ ജനറേഷനും അതാണ് ഡിസെൻറ്റ്. അവർ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മുമ്പുള്ളത്, ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ, ഓരോ ജനറേഷനും മുമ്പത്തെ ജനറേഷനിൽ നിന്ന് ചെറിയ ചെറിയ മോഡിഫിക്കേഷനോട് കൂടി ഉണ്ടാവുന്നതാണ് ഇവല്യൂഷൻ. സോ ഉണ്ടാകുന്ന ജനറേഷൻ എന്ന് പറയുന്നത് മുമ്പത്തെ ജനറേഷനിൽ നിന്ന് ഒരുപാട് മോഡിഫിക്കേഷൻ വന്ന് ഉണ്ടാവുന്നതാണ് പുതിയ ജനറേഷൻ. സോ ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ് ചാൾസ് ഡാർവിൻ്റെ അഭിപ്രായത്തിൽ ഇവല്യൂഷൻ. ചാൾസ് ഡാർവിൻ ഇത് തന്നെയാണ് പറയുന്നത്, ഇവല്യൂഷൻ എന്ന് പറയുന്നത് സ്ലോ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവല്യൂഷൻ എന്ന് തന്നെയാണ് ചാൾസ് ഡാർവിനും പറഞ്ഞത്. സോ നമ്മൾ ഇവല്യൂഷനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഏത് ടൈപ്പ് ഇവല്യൂഷന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ആക്ച്വലി ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്ന ഫ്ലോറയിലും ഫോണയിലും ഒരുപാട് ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങളല്ല, അതൊരു മില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടന്ന മാറ്റങ്ങളാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോറയിലും ഫോണയിലുമുള്ള ആ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ഈ എർത്തിൽ കാണപ്പെടുന്ന ആ ഫ്ലോറയിലും ഫോണയിലുള്ള മാറ്റങ്ങൾ അറിയണമെങ്കിൽ, നമുക്ക് അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫ് എന്താണെന്ന് മനസ്സിലാവണം. സോ ഇപ്പോൾ ഉള്ള ഫ്ലോറയിലും ഫോണയിലെ ചേഞ്ചസ് ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം, എങ്ങനെയാണ് ഇവിടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്, ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് ഈ എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത്, അതായത് എങ്ങനെയാണ് എർത്തിൻ്റെ എവല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാറുകൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ യൂണിവേഴ്സ്, എങ്ങനെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തത്, എങ്ങനെയാണ് ഈ യൂണിവേഴ്സിൽ ചേഞ്ചസ് വന്നത്. സോ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇവല്യൂഷനിലെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ്. സോ ഒറിജിൻ ഓഫ് ലൈഫ് അറിയണമെങ്കിൽ, ലൈഫ് ഫോംസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അഥവാ ഒറിജിൻ ഓഫ് എർത്ത്, എങ്ങനെയാണ് എർത്ത് ഫോം ചെയ്തതെന്ന് നമ്മൾ അറിയണം.